വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡല്ലേ, അങ്ങനെ ഒറ്റയ്ക്ക് തിരികെ ബാൽക്കണിയിലേക്ക് പോയിരിക്കുന്ന സുസ്മിത അങ്ങ് അട്ടഹസിച്ച് ചിരിച്ച് തനി അങ്ങ് പറയുകയാണ്, നീ എത്ര തവണ ബോധത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചാലും നിന്നെ ഞാൻ തിരിച്ചും ആ അബോധാവസ്ഥയിലേക്ക് തന്നെ തള്ളിയിട്ടുകൊണ്ടിരിക്കും. നീ എന്നെ ഒറ്റ കൊടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊന്നും നടക്കില്ല. ഒരു ഡോക്ടർ അബ്ദുൽ ഖാദർ വന്നേക്കുന്നു എന്നും പറഞ്ഞ് അങ്ങനെ തനിയെ പിറുപിറുത്തുകൊണ്ട് സുസ്മിത അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ പോകാൻ ഇറങ്ങുകയാണ്. അന്നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ പിണങ്ങി പോവുകയാണോ എന്ന്. അന്നേരം ഈ ഒരിക്കലുമല്ല, നമ്മുടെ പ്രീതിയുടെ മനസ്സിനെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണ് പാളിപ്പോയത്. ഒരു തൊട്ടിയിൽ വെള്ളം കോരി മുകളിൽ വരെ കൊണ്ടുവന്നിട്ട് കപ്പിയും കയറും കൂടി കൈവിട്ടു പോയാലുള്ള അവസ്ഥയില്ലേ, അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ്. ആകെ നിരാശനായിട്ടാണ് ഡോക്ടർ സംസാരിക്കുന്നത്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, സുസ്മിതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയിൽ ഞാൻ ഖേദിക്കുന്നു എന്ന്. അന്നേരം അവളെ തല്ലിയതിൽ എനിക്കൊരു തരി പോലും ഖേദമില്ല എന്ന് ഡോക്ടർ അങ്ങ് ദേഷ്യത്തോടെ പറയുകയാണ്. തുടർന്ന് ഡോക്ടർ പറയുകയാണ്, കുറച്ചുകൂടി ഇരുട്ടിലേക്ക് പ്രീതിയുടെ മനസ്സ് ഇപ്പോൾ ആണ്ട് പോയിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇറങ്ങുകയാണ്, നമുക്ക് തീർച്ചയായും ഉറപ്പായും പിന്നീട് കാണാം എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ അങ്ങ് കാറിനടുത്തേക്ക് ഡോറ് തുറക്കാൻ പോകുമ്പോഴും മുകളിലേക്ക് നോക്കുന്നുണ്ട്. അന്നേരം സുസ്മിത അവിടെ തന്നെ ഇരിപ്പുണ്ട്. സുസ്മിതയെ ഡോക്ടറും കാണുന്നുണ്ട്. ഒരു നിമിഷം എന്തോ ചിന്തിക്കുന്ന ഡോക്ടർ വിഷ്ണുവിനെയും ശാലിനിയെയും അർജുനെയും അടുത്തേക്ക് വിളിക്കുകയാണ്. തുടർന്ന് വിഷമിച്ച് നിൽക്കുന്ന അർജുൻ്റെ തോളി തട്ടി ഡോക്ടർ പറയുകയാണ്, ഇയാളുടെ ഭാര്യയെ പൂർണ്ണമായും പഴയ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. പാറുക്കുട്ടിയുടെ അമ്മയെ നമുക്ക് തിരിച്ചു നൽകണ്ടേ ഇയാൾ സമാധാനമായിട്ടിരിക്കും എന്ന് പറഞ്ഞ് അർജുനെ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് പക്ഷേ എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ്. അന്നേരം എന്താ ഡോക്ടർ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ, ഈ വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഉണ്ട്, അതിനെ പെട്ടെന്നൊന്നും പറിച്ച് കളയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ ഇടപെടലുകളിൽ നിന്നും ഈ വീട്ടിലെ ഇക്വേഷൻ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ സത്യാമ്മയ്ക്ക് അവളെ ഭയങ്കര വിശ്വാസമാണ്. ആ സുസ്മിതയെ നിങ്ങൾ കാണുന്ന പോലുള്ള ഒരു സുസ്മിതയല്ല അവളുടെ ഉള്ളിലുള്ളത്. ഇത് നിങ്ങൾ കാണുന്ന സുസ്മിത എന്ന് പറയുന്നത് മഞ്ഞുമല്ലയുടെ ഒരു അറ്റം മാത്രമാണ്. ഒരു സൈക്കോ പേഷ്യൻ്റെ ഭാവവ്യതിയാനങ്ങൾ അവളുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നു. തികച്ചും പൂർണ്ണമായൊരു അക്രമാസക്തായ ഒരു സൈക്കോ തന്നെയാണ് അവളുടെ രീതികളിൽ നിന്നുള്ളത്. നിങ്ങൾ കുറച്ചുകൂടി പ്രീതിയെ സൂക്ഷിക്കണം. ഏത് സമയവും അവളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് ഞാൻ അർജുനോട് ഡോക്ടർ പറയുകയാണ്. അന്നേരം ഇയാൾ സമാധാനമായിട്ടിരിക്കുന്ന കൂടി പറയുമ്പോൾ ഡോക്ടറുടെ കൈ മുറുകെ അർജുൻ പിടിക്കുകയാണ്. ഇതൊക്കെ മുകളിൽ നിന്നും സുസ്മിത കാണുകയാണ്. പക്ഷേ സുസ്മിതയ്ക്ക് അതൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. സത്യഭാമ കുഞ്ഞിനെയും കൊണ്ട് ഇവർ സംസാരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ഉമ്മർത്ത് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് ഇനിയും ഞാൻ വരുന്നത് ഇനി തൻ്റെ ഭാര്യയെ എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടി തന്നെ ആയിരിക്കും എന്ന് അർജുന് ഉറപ്പ് നൽകിയ ശേഷം ഡോക്ടർ പോവുകയാണ്. കാറിലേക്ക് കയറാൻ നേരവും ഡോക്ടർ ഇങ്ങനെ മുകളിലേക്ക് സുസ്മിതയെ നോക്കുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട്. തുടർന്നുള്ള സീനിൽ എല്ലാവരും സത്യഭാമയുടെ വീട്ടിൻ്റെ ഹാളിൽ തന്നെയുണ്ട്. അർജുനും വിഷ്ണുവും ശാലിനിയും രാഘവൻ നായരും സുസ്മിതയും ഭാമയും രമണം പിള്ളയും ഒക്കെയുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം അങ്ങ് അവസാന നിമിഷം പോയില്ലേ. നെഗറ്റീവ് എനർജി പുറത്ത് കളയേണ്ടത് തന്നെയാണ്, അത് വീട്ടിൽ നിന്നായാലും മനസ്സിൽ നിന്നായാലും എന്നിങ്ങനെ സുസ്മിതയെ നോക്കിയാണ് പറയുന്നത്. അന്നേരം പക്ഷേ സത്യഭാമ ശാലിനിയാണ് നോക്കുന്നത്. തുടർന്ന് സുസ്മിത അങ്ങ് പറയുകയാണ്, ആൻറ്റി പറഞ്ഞത് കേട്ടില്ലേ, ഈ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണെന്ന്. അന്നേരം വിഷ്ണു അങ്ങ് ചാടി കയറുകയാണ് സുസ്മിത നേരെ. അതെ, നിന്നെ തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്, അവസാന നിമിഷം നീയല്ലേ എല്ലാം നശിപ്പിച്ചതെന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് ആകെ ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ വീണ്ടും അങ്ങ് അഭിനയം തുടരുകയാണ്. കേട്ടില്ല ആൻറ്റി, വരുന്നവരും പോകുന്നവരും മൊത്തം എന്നെ അങ്ങ് തല്ലുകയാണ്. എനിക്കിവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, ആൻറ്റിയോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അമ്മയാണെങ്കിലോ ഇവിടെ ഇല്ല, ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലാനായിട്ട് ഭർത്താവിൻ്റെ അമ്മ സമ്മതിക്കത്തുമില്ല. ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, ആൻറ്റി പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് അഭിനയിച്ച് തീർക്കുകയാണ്. അന്നേരം വിഷ്ണുവിനും ശാലിനിക്കും രാഘവൻ നായർക്കും ഒക്കെ ദേഷ്യം വരികയാണ്. പക്ഷേ സത്യഭാമയ്ക്ക് അങ്ങ് സുസ്മിത പറയുന്നതൊക്കെ അങ്ങ് വിശ്വസിച്ച് സങ്കടപ്പെടുകയാണ്. തുടർന്ന് സുസ്മിത വീണ്ടും പറയുകയാണ്, ആൻറ്റി എന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് ഇവിടെ നിർത്തി. അന്നും ഈ വിഷ്ണുവേട്ടനും ശാലിനിയും ഒക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ തല്ലിയിട്ടുണ്ട്. ദേ ഇപ്പോൾ ഈ വന്ന ഡോക്ടറും എന്നെ തല്ലിയിട്ട് പോയി. ഞാൻ എന്താ വഴിച്ചെൻ്റെയോ മറ്റോ ആണോ, എൻ്റെ ഒരു ഗതികേട് കൊണ്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങ് കരയുകയാണ്. അന്നേരം മോളെ സമാധാനിക്കുന്നൊക്കെ പറഞ്ഞ് സത്യഭാമയങ്ങ് ആശ്വസിപ്പിക്കുകയാണ് സുസ്മിതയെ. പക്ഷേ വിഷ്ണുവിനാണെങ്കിൽ അങ്ങ് ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത വീണ്ടും ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എൻ്റെ രോഹിത്തിനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ ഞാനിങ്ങനെ നേറി നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെ എല്ലാവരും കൂടി വട്ടം കൂടിയിട്ട് തല്ലുന്നത് എന്തിനാണ്? ശാലിനി ആ സിദ്ധൻ ജപിച്ചു തന്ന യന്ത്രം പഞ്ചകൈലാസത്തിൽ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ എന്തെങ്കിലും ഉണ്ടാകും
ഉണ്ടാകുമായിരുന്നോ? ആ ഡോക്ടർക്ക് ഇവിടെ വരേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നോ? ആ പിഞ്ചു കുഞ്ഞിന് എൻ്റെ അമ്മയെ നഷ്ടപ്പെടുമായിരുന്നോ? എനിക്ക് എൻ്റെ രോഹിത്തിനെ നഷ്ടപ്പെടുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചങ്ങ് സുസ്മിത അങ്ങ് പൊട്ടി കരയുകയാണ്. അന്നേരവും സത്യഭാമയെ ശാലിനിക്ക് നേരെ തിരിക്കാനാണ് സുസ്മിതയുടെ ശ്രമം. അന്നേരം ശാലിനി നോക്കി അങ്ങ് ദേഷ്യത്തോടെ ഭാമ നിൽക്കുകയാണ്. ഒരു വേലക്കാരിയുടെ വിലയെങ്കിലും എനിക്ക് ഈ വീട്ടിൽ തന്നിട്ടുണ്ടോ? ആ പൊന്നിയുടെ നേരെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കൈ നീട്ടി നോക്ക്. അവൾ ജോലിയും വേണ്ട പണവും വേണ്ട എന്നും പറഞ്ഞ് അങ്ങ് പോകും. എന്നിട്ട് എല്ലാവരും കൂടി എൻ്റെ മേലിൽ കയറുകയാണ്. ശാലിനിയാണ് ഇതിനെല്ലാം കാരണക്കാരി. പ്രീതി ഇങ്ങനെ കിടക്കേണ്ടി വരുമായിരുന്നോ? എന്നിട്ടും എൻ്റെ രോഹിത് നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് അങ്ങ് സുസ്മിത അങ്ങ് കൈ കൊണ്ട് മുഖത്തേക്ക് അമർത്തി അങ്ങ് പൊട്ടി കരയുകയാണ്. തുടർന്ന് മോളേന്നും പറഞ്ഞ് അങ്ങ് സത്യഭാമ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഭാമേ നീ ഇതിലൊന്നും വീഴരുത്, ഇവള് വിഷയം വഴി മാറ്റാനായിട്ട് ശ്രമിക്കുകയാണെന്ന്. അന്നേരം ഭാമ ശാലിനിയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. ജ്യോതിഷത്തിന് പിഴയ്ക്കില്ലല്ലോ, യന്ത്രം സ്ഥാപിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പ്രീതിയുടെ കാര്യത്തിന് എന്തെങ്കിലും ദോഷപരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പിള്ളയോട് നാളെ തന്നെ നമ്മുടെ ജ്യോത്സ്യന് വരാനായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് തീയുണ്ടെങ്കിൽ വെള്ളവും ഉണ്ടാകും, അതിനെ ശമിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പരിഹാരം കിട്ടുമോ എന്ന് നോക്കട്ടെ എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. അന്നേരം ശാലിനി ദേഷ്യത്തോടു കൂടി നോക്കി തന്നെയാണ് ഭാമ പറയുന്നത്. അന്നേരം പ്രീതിയുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാകും എന്ന് ഇങ്ങനെ ഭാമ പറയുമ്പോൾ സുസ്മിത ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ വീണ്ടും പ്രീതിയുടെ അടുത്തേക്ക് സുസ്മിത വരികയാണ്. എന്നിട്ട് ഇങ്ങനെ പ്രീതിയെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് സുസ്മിത ദേഷ്യത്തോട് പറയുകയാണ്, നിൻ്റെ ഈ കിടപ്പ് കാണാനായിട്ട് നല്ല രസമുണ്ട്, പക്ഷേ നിൻ്റെ ഈ കണ്ണും തുറന്നുള്ള കിടപ്പ് എത്ര നാളാണ്, നിന്നെ കണ്ടറിയണം, കേട്ടോടി എന്നിങ്ങനെ ദേഷ്യത്തോടെ സുസ്മിത പറയുകയാണ്. അന്നേരം അതെല്ലാം കേട്ടുകൊണ്ട് തന്നെ പ്രീതി കിടക്കുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ ജ്യോത്സ്യൻ എത്തിയിട്ടുണ്ട്. തുടർന്ന് സുസ്മിതയും അവിടേക്ക് എത്തുന്നുണ്ട്. ജ്യോത്സ്യൻ ഗണിച്ചൊക്കെ നോക്കിയ ശേഷം പറയുകയാണ്, ജാതകങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയും ഇല്ല എന്ന്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, മനസ്സിലായില്ല, ഒന്നുകൂടി വ്യക്തമാക്കാനായിട്ട്. അന്നേരം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജാതകങ്ങൾ തമ്മിൽ ഒരു യോജിപ്പുമില്ല, ഒന്ന് മറ്റൊന്നിനെ തീർത്തേ അടങ്ങൂ എന്നിങ്ങനെ പറയുകയാണ്. കംസന് കൃഷ്ണനെ പോലെയാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് എന്ന് പറയുകയാണ്. അത്രയ്ക്ക് അവർ തമ്മിൽ ശത്രുതയിലാണ്, ഒന്ന് മറ്റൊന്നിനെ തീർത്തിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എല്ലാവരും ഒരു നിമിഷം കുഞ്ഞിനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, ഇത്തിരി പോന്ന കുഞ്ഞിനെ കുറിച്ചാണോ ഇത്ര അനാവശ്യമൊക്കെ പറയുന്നതെന്ന്. അന്നേരം ജാതകവശാൽ ഞാൻ നോക്കിയത് തെളിഞ്ഞത് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് സത്യഭാമ ചോദിക്കുകയാണ്, അതിന് എന്തെങ്കിലും പരിഹാരമില്ലേ എന്ന്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ജാതകത്തിൽ പ്രബലത കൂടുതൽ കുഞ്ഞിനാണ്, അതുകൊണ്ട് മേൽക്കൈ കൂടുതലും കുഞ്ഞിനാണ്, കുഞ്ഞെ വിജയിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാരം മാത്രമേ കാണുന്നുള്ളൂ, കുഞ്ഞിനെ ഉപേക്ഷിക്കുക എന്നിങ്ങനെ ജ്യോത്സ്യർ പറയുകയാണ്. അന്നേരം ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് സത്യഭാമയും രാഘവൻ നായരും വിഷ്ണുവും ശാലിനിയും അർജുനും ഒക്കെ. ഇത്രയുമാകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ പ്രൊമോയിൽ മുന്നേ കാണിച്ചത് കുഞ്ഞിനെ ദത്ത് കൊടുത്ത് ആ ഒരു പരിഹാര ദോഷം ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അന്നേരവും എല്ലാവരും ഒരു ടെൻഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.